ഹലോ ഗായ്സ്, ഇപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം പോവാണ്. ഇന്നത്തെ ഷോ വെട്ടുകാട് ചർച്ച് അവിടെ വെച്ചാണ് നടക്കുന്നത്. സോ വൺ ഓഫ് ദ ഫേമസ് ചർച്ചാണിത്. ഒത്തിരി അധികം ആളുകൾ കൂടുന്നൊരു സ്ഥലമാണ്. അപ്പം വോയിസ് ഓഫ് കൊച്ചിൻ്റെ ഇന്നത്തെ ഷോ അവിടെ വെച്ചാണ് നടക്കുന്നത്. അപ്പം ഇന്ന് പോകുന്ന വഴിക്കുള്ള ഓരോരോ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഹോപ്പ് യു ഓൾ വിൽ എൻജോയ് ഇറ്റ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ 5 days. ഇതിപ്പം പ്രോഗ്രാം നടന്നത് നവംബർ 24 അവിടുത്തെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അന്നാണ് പ്രോഗ്രാം നടന്നത്. പക്ഷെ ഞാനിത് പോസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ചെറിയൊരു ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലേക്ക് ഞാൻ എത്തി ഗൈസ്. വണ്ടിയിൽ കയറിയാൽ ചിലപ്പം ഞാൻ സ്പോട്ടിൽ കിടന്നുറങ്ങും. പിന്നെ സ്ഥലത്തെത്തുമ്പോഴായിരിക്കും എണീക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊണ്ടൊക്കെ നോക്കിയിരിക്കും. അപ്പം നമ്മൾ ഫിലിം ഇടാൻ വേണ്ടി തീരുമാനിച്ചു. ഗോളം ആ മൂവിയാണ് പ്ലേ ചെയ്തത്. ആക്ച്വലി ഞാനിത് നേരത്തെ കണ്ടിട്ടുള്ള മൂവിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു മൂവി കേട്ടോ. കാരണം അതിൻ്റെ റൂട്ട് എല്ലാം സൂപ്പർബായിരുന്നു. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിലൊക്കെ കുറേ പോയി. അതുപോലെ തന്നെ അതിലെ ആക്ടേഴ്സ് എല്ലാവരും നല്ല അടിപൊളി. പ്രത്യേകിച്ച് അതിലെ ആ പോലീസ് ഓഫീസർ, ഓ മൈ ഗോഡ്, പുള്ളി കിടിലനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ്, നമ്മൾ മൂവി പോസ് ചെയ്തു. കാരണം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിനെക്കാട്ടും കുറച്ചധികം ലേറ്റ് ആവുന്നുണ്ടായിരുന്നു നമ്മൾ സ്പോട്ടിലെത്താൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ ടെൻഷനെല്ലാം ആയപ്പം മൂവി ബാക്കി കാണാനുള്ള നമ്മുടെ ആ ഒരു ഇത് പോയി. മൊത്തം ടെൻഷനും പ്രാളമൊക്കെ ആയി. മൈൻഡ് ഫുള്ള് ഒട്ടും ഫോക്കസ്ഡ് ആവാണ്ടായി. അങ്ങനെ നമ്മൾ ചർച്ചിൻ്റെ മുന്നിൽ എത്തിയില്ല ആ ഒരു രീതിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗഡ് എന്ന് പറയുന്നത് ഒത്തിരി ക്രൗഡായിരുന്നു. അതുപോലെ തന്നെ ആ ചർച്ചിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ റൂട്ടാണ് ബസ് റൂട്ടും കൂടാണ്. സോ KSRTC ബസ് വന്ന് കുറേ ബ്ലോക്കായി ഒത്തിരി നമ്മൾ പെട്ടുപോയി. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കുന്നു. അബൌട്ട് 1.5 hours കൂടുതൽ നമ്മൾ അവിടെ ആ ഒരൊറ്റ സ്ഥലത്ത് ബ്ലോക്കിൽ കിടന്നു. ചർച്ചിൻ്റെ തൊട്ട് ഫ്രണ്ട് എടുത്തെത്താൻ ഒരു 500 meters അത്രയും, അല്ലെങ്കിൽ ഒരു 1 kilometerനുള്ളിൽ ഉള്ളായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറേ നേരം കിടന്ന്. ഇതാണ് വെട്ടുകാട് ചർച്ചിൻ്റെ ഫ്രണ്ട്. അതിപ്പോൾ ഞാൻ വണ്ടിയുടെ അകത്ത് നിന്ന് എടുത്ത കേട്ടോ. കാരണം പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അതുപോലെ ആളായിരുന്നു. റഷായിരുന്നു, നല്ല റഷായിരുന്നു. അപ്പം എനിക്ക് പുറത്തിറങ്ങി എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇത് വലിയൊരു ചർച്ചാണ്, കുറേ ടൂറിസ്റ്റ് വിസിറ്റേഴ്സ് വരുന്ന ഒരു ചർച്ചാണ്. അപ്പം നമ്മൾ കണ്ടോ ഇങ്ങനെ പതുങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. ഇതല്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ വണ്ടിയിലെ ചേട്ടന്മാർ തന്നെ വെളിയിലിറങ്ങി അവർ തന്നെ റൂട്ടൊക്കെ തപ്പാൻ തുടങ്ങി. മീൻസ് വണ്ടിക്ക് ഗ്രൗണ്ടിൻ്റെ അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തപ്പി കണ്ടുപിടിക്കണ്ടേ. കാരണം അവിടെ അത്രയും ക്രൗഡഡ് ആയതുകൊണ്ട് ഈ പ്രോഗ്രാം നടത്തുന്ന കമ്മിറ്റിക്കാരും നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ലാസ്റ്റ് പ്രോഗ്രാമിൻ്റെ ആളുകളാണ് അറിയാവുന്നത് കൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി പോലീസൊക്കെ വന്ന് ഒത്തിരി ഹെൽപ്പ് ചെയ്ത് വണ്ടികളെല്ലാം മാറ്റി നമ്മളെ കയറ്റി വിട്ടു. അങ്ങനെ നമ്മൾ ഇപ്പം സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിൽ എത്താൻ വേണ്ടിയുള്ള വഴിയാണ്. സത്യം പറഞ്ഞാൽ പാർക്കിംഗ് സ്പേസ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വണ്ടി ഇറങ്ങി കുറേ പോകുന്നുണ്ടായിരുന്നു. അപ്പം ആ വണ്ടി ഇറങ്ങി വരുന്നത് അതുവഴി നമുക്ക് കയറിപ്പോകേണ്ടത്. സോ അത് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി അവിടെയും. കാരണം അവിടെ വലിയൊരു ബ്ലോക്ക് നമുക്ക് വീണ്ടും നേരിടേണ്ടി വന്നിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ എങ്ങനെയായിരുന്നേലും നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൻ്റെ ബാക്കിൽ എത്തിച്ചേർന്നു. ഫൈനലി സ്റ്റേജെത്തി. സ്റ്റേജിൻ്റെ ബാക്കിലെത്തിയത്
അങ്ങനെ നമ്മൾ പ്രോഗ്രാമെല്ലാം സെറ്റായി സ്റ്റേജിൽ കയറി. പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ക്രൗഡായിരുന്നു. അതുപോലെ തന്നെ നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ക്രൗഡായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ടിങ് ടിൽ എൻഡ് വരെ. ആരും അവിടെ നിന്ന് ഇറങ്ങിയില്ല. അത്രയ്ക്ക് ക്രൗഡഡ് ആയിരുന്നു, അത്രയ്ക്ക് സപ്പോർട്ടിങ് ആയിരുന്നു ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയും കൂടെ ആയിരുന്നു കേട്ടോ. ഒക്കെ എടുത്ത്, പക്ഷെ ബാക്കി സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അതൊക്കെ എടുത്ത്, പക്ഷെ ബാക്കി സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം ചടപടി ധൃതി പിടിച്ച് പോയതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം ധൃതിക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, വ്ലോഗ് എടുക്കണമെന്നൊക്കെ വിചാരിച്ച് കയറിയിട്ട്, പക്ഷെ എനിക്ക് കൂടുതലായിട്ട് സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ധൃതിയും നമ്മൾ ടെൻസ്ഡ് ആയതുകൊണ്ടേ. പിന്നെ നമ്മൾ അവിടെ വെച്ച് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ നേരെ കുറച്ചുകൂടെ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടൊക്കെ പോയപ്പം തറവാട് എന്ന് പറയുന്നൊരു ഹോട്ടലിൽ കയറി. വിശന്നുണ്ടാവൊക്കെ ഇറങ്ങിയിരിക്കുകയായിരുന്നു ഗൈസ്. അവിടെ ദോശ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ദോശ ഇതൊക്കെ കഴിച്ചു. ഇനി നമ്മൾ ബാക്ക് ടു മൂവിയിലേക്ക് പോവാണ്. കാരണം ആ മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ പറയുന്നതായിരുന്നു അടിപൊളി മൂവിയാണ്. അപ്പം ബാക്കി മൂവി നമ്മൾ ഇട്ടു. അത് കണ്ടുകൊണ്ടാണ് തിരിച്ച് വന്നത്. ഓൺ ദ വേ ഇത് മൊത്തം കണ്ട് തീർത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് ഞാൻ എൻ്റെ സ്ഥലത്തെത്തിയപ്പം വെളുപ്പിനെ 6 മണിയായി ഗൈസ്. 6 മണിയായപ്പം കണ്ടോ, ഞാൻ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ രാവിലെ 6 മണി കണ്ടു. ഉറക്കമൊക്കെ ചെറുതായിട്ട് ഉറങ്ങി എഴുന്നേറ്റു. പക്ഷേ നല്ലൊരു ഇതായിരുന്നു, മീൻസ് നല്ലൊരു പ്രോഗ്രാമായിരുന്നു അന്നത്തേത്. എസ്പെഷ്യലി ദ ക്രൗഡ് വാസ് ഓസം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വ്ലോഗുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.